അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സ്നേഹബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മളെല്ലാവരും ഉള്ളത് പരിപാവനമായ ദിക്റിൻ്റെ മജ്ലിസിലാണ്, തസ്ബീഹിൻ്റെ മജ്ലിസിലാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. പരിപാവനമായ 1445 ഹിജ്റ വർഷം നമ്മളോടിതാ വിട പറയാൻ ഒരുങ്ങുകയാണ്. 1446 പുതിയ ഒരു ഹിജ്റ വർഷം നമ്മളിലേക്ക് വരികയാണ്. ഇപ്പോൾ ദുൽഹിജ്ജ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് നമ്മളിലുള്ളത്. മുഹറം കടന്നു വരികയാണ്. എല്ലാവർക്കും ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം അവസാനത്തെ മാസം ഡിസംബർ ആണെന്നറിയാം. ഡിസംബർ 31 ആകുമ്പോൾ എല്ലാവരും നല്ല പ്രതിജ്ഞയാണ്, എനിക്കിനി നന്നാവണം, എനിക്കിനി കൂടുതൽ പഠിക്കണം, അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം എന്നൊക്കെ പല നമ്മളെ പ്രതിജ്ഞ എടുക്കാറുണ്ട്. പക്ഷെ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും വലിയ പ്രതിജ്ഞ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു സമയമാണ് ഈ ഒരു സമയം. അതായത് ഒരു വർഷം വിട പറഞ്ഞ് പുതുവർഷം വരുന്നു. ഇസ്ലാമിക് ന്യൂ ഇയർ ആണ് നമ്മളിലേക്ക് കടന്നു വരുന്ന മുഹറം മാസം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കടന്നു വരുന്ന മുഹറം മാസത്തിലെ എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കണം. വിട പറഞ്ഞു പോകുന്ന ഈ ദുൽഹിജ്ജ മാസത്തിൽ ചെയ്ത അമലുകളൊക്കെ സ്വീകരിക്കണം. അതിന് പറ്റിയ ചില ദിക്റുകളും തസ്ബീഹുകളും ദുആകളുമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നിരവധി പേരാണ് പ്രത്യേകം ഇന്നത്തെ മജ്ലിസിൽ ദുആരക്കാൻ പറഞ്ഞത്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ഉണ്ടാകും. അള്ളാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ. അതുപോലെ തന്നെ ആരെല്ലാം വിഷമത്തിൽ സങ്കടത്തിലുണ്ടോ എല്ലാവർക്കും അള്ളാഹു തആല എല്ലാവിധ ഖൈറും തരട്ടെ, ആമീൻ. ആദ്യമായി നമ്മൾ പറയുന്നത് വിശുദ്ധമായ ഖുർആനിൽ വന്നിട്ടുള്ള അതിശ്രേഷ്ഠമായ ദുആകളിൽ പെട്ട വളരെ പവർഫുള്ളായ ഒരു ദുആയാണ്. വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ദുആകളുണ്ട്. ദുആകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദുആ അത് ഖുർആനിലെ ദുആയാണ്. റബ്ബന എന്ന് തുടങ്ങുന്ന ഖുർആനിൽ ഒരുപാട് ദുആയുണ്ട്. അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന ഖുർആനിലെ ഒരുപാട് ദുആയുണ്ട്. അതുപോലെ റബ്ബി എന്ന് തുടങ്ങുന്ന ഒരുപാട് ദുആകൾ ഖുർആനിലുണ്ട്. ഇതെല്ലാം വളരെ ശ്രേഷ്ഠതയുള്ള ദുആകളാണ്. ഏകദേശം റബ്ബന എന്ന് തുടങ്ങിയ ഖുർആനിൽ 40-ലധികം ദുആകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ ദുആയും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും നമ്മൾ സ്ഥിരമായി റബ്ബന റബ്ബന എന്ന് തുടങ്ങുന്ന വാക്കുകൊണ്ട് ഒരുപാട് ദുആ ചെയ്യാറുണ്ട്. നമുക്ക് ആ ദുആയിൽ ചിലത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ച് ദുആരക്കാം. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ, നമ്മുടെ മജ്ലിസിനെ അല്ലാഹു കബൂലാക്കട്ടെ, ആമീൻ. എല്ലാവരും പറഞ്ഞോളി. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. അല്ലേ, ചെയ്തു പോയ തെറ്റുകൾ, അബദ്ധങ്ങൾ അത് അള്ളാഹുലേക്ക് ഏറ്റുപറഞ്ഞ്, അല്ലേ, ഞങ്ങളുടെ നെഫ്സിനോട്, അള്ളാഹു ശരീരത്തോട് അത് ഇസ്രാഫ് കാണിച്ചു, ഒരുപാട് തെറ്റുകൾ അമിതവ്യയം കാണിച്ചു. റബ്ബേ എല്ലാം നീ പുറത്തു തരണം എന്ന് ഏകദേശം അർത്ഥം വരുന്ന ഒരു അതിശ്രേഷ്ഠമായ ദുആ നമുക്ക് പറയാം. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. മറ്റൊരു ദുആയാണ് അല്ലാഹുവിലേക്ക് തവക്കുലാക്കുന്ന ദുആ.
എല്ലാം അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുന്ന ദുആ. ഇത് വളരെ ശ്രേഷ്ഠമുള്ള ദുആയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉൾപ്പെടെ ഒരുപാട് പ്രവാചകന്മാർ പല സന്ദർഭങ്ങളിലായി ഈ ദുആഇൻ്റെ പല രൂപം പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. ഇൻഷാ അല്ലാഹ് നമുക്ക് തവക്കുലാക്കുന്ന ആ റബ്ബന കൊണ്ട് തുടങ്ങുന്ന ദുആ നമുക്ക് പറയാം. ربنا عليك توكلنا وإليك أنبنا وإليك المصير 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 ദിക്റുകളുടെ നേതാവ് അഫ്ളലു ദിക്ർ, ദിക്റുകൾ മനുഷ്യൻ ചൊല്ലുന്ന ദിക്റുകളുടെ തസ്ബീഹുകളുടെ രാജാവാണ്, നേതാവാണ്, ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, നമ്മൾക്ക് സ്ഥിരമായി പറയേണ്ട ഒരു ദിക്റാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാനും എനിക്ക് മുമ്പ് കടന്നുപോയ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ അതിപ്രധാനപ്പെട്ട വളരെ ശ്രേഷ്ഠതയുള്ള ഒരു വാക്ക് ഇതല്ലാതെ വേറെ ഒന്നുമില്ലെന്നാണ്. ഏതാണ് ആ വാക്ക്? നമുക്കൊന്നിച്ചു പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറയും. ഈ ദിക്ർ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം മുറാദുകളുണ്ടോ അള്ളാഹു അത് ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. ആമീൻ. لا إله إلا الله 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 لا إله إلا الله
ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ എന്നല്ല എല്ലാ മാസത്തിൻ്റെയും മഗ്രിബിന് തൊട്ടു മുമ്പ്, മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പായി നമ്മളൊക്കെ പണ്ട് മുതലേ പറഞ്ഞു വരുന്ന ഒരു ദിക്റുണ്ട്. വിശുദ്ധമായ സ്വഹീഹുൽ ബുഖാരിയിൽ മഹാനായ ബുഖാരി തങ്ങൾ അവിടുത്തെ ഏറ്റവും അവസാനത്തെ ഹദീസായി കൊണ്ടുവന്ന ഹദീസാണ്. അതായത് നമുക്ക് നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമാണ്, മീസാൻ എന്ന തുലാസിൽ വളരെ ഭാരം തൂങ്ങുന്നതാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണ്. 2 വാക്കുകൾ ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്ന് പറയാം. അള്ളാഹു തആല ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നമുക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബിയെ
നമ്മൾ കാണാൻ കൊതിക്കുകയാണ്. എത്രയോ ആളുകൾ, ഇപ്പോൾ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന എത്രയോ ഉമ്മമാർ നബിതങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ടാകും. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആ സൗഭാഗ്യം തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ഫോട്ടോ ഇല്ല അല്ലേ, നബിതങ്ങളുടെ ഒരു ഫോട്ടോ ഇല്ല, ഒരു രേഖാചിത്രമില്ല, ഒന്നുമില്ലാതെ ലോകത്ത് വരുന്ന 200 കോടി മുസൽമാൻ അവരിങ്ങനെ മനസ്സിലിട്ടിങ്ങനെ വലിയ ആദരവും ബഹുമാനവും കൊടുക്കുകയാണ്. ഓരോ ദിവസവും സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. ഒരു ദിവസം നബിതങ്ങളുടെ ജീവിതം പഠിച്ച് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മുത്തായ റസൂലിനെ സ്വപ്നം കാണാൻ നിരവധി സ്വലാത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അല്ലാഹു തആല ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് മുത്തായ റസൂലിനെ സ്വപ്നത്തിൽ കാണാനുള്ള വലിയ തൗഫീക്ക് അല്ലാഹു തരുമാറാവട്ടെ. اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور. اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور. اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور. اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور. اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور. اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور. اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور. اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور. اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور. اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور. اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور. اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور. اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور. اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور. اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور. നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് അലസത ഉണ്ടാകും. അതായത് 1-2 മാസമൊന്നും കുഴപ്പമില്ല, പഠിക്കാനൊക്കെ നല്ല ഉഷാറാവും, ഹോംവർക്കൊക്കെ ചെയ്യും. പക്ഷേ പിന്നെ ഓരോ ദിവസം കഴിയുമ്പോഴും പഠിക്കാൻ മടി, പഠിക്കുന്നത് തലയിൽ കയറുന്നില്ല, മറവിയാണ്. അങ്ങനെ കുട്ടികൾക്ക് പഠന ആവശ്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് പല രൂപത്തിലുണ്ടാവാം. മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ കൂട്ടുകാരുടെ പരിഹാസം കൊണ്ടാവാം. ചിലപ്പോൾ ആളുകളുടെ നല്ലത് പറച്ചിൽ, അവൻ നല്ല പഠിക്കുന്ന കുട്ടിയാണ് എന്ന് നല്ലത് പറഞ്ഞാൽ മതി, അത് കണ്ണേറായി മാറുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് മാറിക്കിട്ടാനും നമ്മുടെ മക്കൾക്ക് എല്ലാവിധ ഖൈറുണ്ടാവാനും ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ 2 ഇസ്മുകൾ ചേർത്ത് നമുക്ക് പറയാൻ പറ്റിയ ഒരു ദിക്ർ, അത് അതിപ്രധാനപ്പെട്ടതാണ്. എല്ലാ മക്കൾക്കും മാതാപിതാക്കൾ ഈ ഒരു ദിക്ർ പറഞ്ഞു കൊടുക്കുക. അവരെ ഈ ദിക്ർ പറഞ്ഞ് മന്ത്രിക്കാനും പ്രത്യേകം ഉമ്മമാർ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് അത് നമുക്കൊന്ന് പറയാം.
يا قوي يا متين يا ذا الجلال والإكرام 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 يا قوي يا متين يا ذا الجلال والإكرام. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട നിരവധി ആളുകൾക്ക് തലവേദന, മൈഗ്രെയിൻ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ മെൻസസിൻ്റെ സമയത്ത്, നിസ്കാരം പോകുന്ന സമയത്ത് കലശലായ വയറുവേദന ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ശരീരവേദന, മുട്ടിന് വേദന, ജോയിൻറ്റുകൾക്ക് വേദന, അങ്ങനെ ശാരീരികമായ വേദനകൾ കൊണ്ട് വളരെ പ്രയാസപ്പെടുന്ന നിരവധി ഉമ്മമാരുണ്ട്. നമ്മുടെ ഈ കൂട്ടത്തിൽ ഇപ്പോൾ സദസ്സ് കാണുമ്പോൾ തന്നെ കാലിങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മരുന്ന് തേക്കുന്ന എത്രയോ ആളുകളുണ്ട്. വേദന മാറാനൊക്കെ എത്രയോ ഗുളിക, നടുവേദന മാറാൻ, അതുപോലെ തന്നെ കഴുത്തിൻ്റെ വേദന മാറാൻ ഒക്കെയായി എത്രയോ മരുന്നുകൾ കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഉണ്ടാകുന്ന സന്ധിവേദനകൾ അതൊക്കെ മാറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സ്വഹാബിമാരൊക്കെ ചെയ്തിരുന്ന ഒരു പ്രത്യേക ഒരു വചനമുണ്ട്. അതൊരു ദുആയാണ്, അള്ളാഹുവിനെ സ്തുതിക്കുന്നൊരു വാക്കാണ്. അതൊന്ന് പറഞ്ഞാലോ? ഇൻഷാ അല്ലാഹ് എല്ലാ വേദനകളും റബ്ബേ ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ എനിക്ക് മാറ്റി നൽകണമെന്ന നല്ലൊരു നിയ്യത്തിന് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഒരു ദിക്ർ പറയാം. ഒന്നിച്ചു പറഞ്ഞോ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ 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 അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ
അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാ, നമ്മൾ ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലി, അതുപോലെ തന്നെ നമ്മൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തിട്ടുണ്ട്, ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. നിരവധി ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞ് ദുആ വസിയത്ത് നടത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദ്വാരക്കുന്നു. പ്രത്യേകം ഇന്നത്തെ മജ്‌ലിസിൽ പ്രത്യേകം ദ്വാരക്കണേ ഉസ്താദേ എന്ന് നിരവധി പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാം. അള്ളാഹു നമ്മുടെ ദുആ, നമ്മുടെ സദസ്സ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുത്ത് ഖൈറായ നിലയിൽ നടത്തി തരുമാറാവട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അർഹമുർ റഹീമീനായ അല്ലാഹ്, രാജാതിരാജനായ റഹ്മാനെ, കരുണയുള്ള റബ്ബേ, ഞങ്ങളെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഒരുപാട് ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്, തസ്ബീഹുകൾ ചൊല്ലിയിട്ടുണ്ട്, എല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളൊക്കെ മനുഷ്യരാണ്, ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്, തെറ്റുകൾ പറ്റിയവരാണ്. എല്ലാം ഞങ്ങൾ ഏറ്റുപറയുകയാണ്. ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ഒറ്റക്കും കൂട്ടായും ചെയ്ത മുഴുവൻ അബദ്ധങ്ങളും അല്ലാഹുവേ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ റഹ്മാനെ. ഇത് ഞങ്ങളുടെ തൗബയാണ്, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിൽ പങ്കെടുക്കുന്ന, പ്രത്യേകിച്ച് ആമീൻ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ തെറ്റുകൾ നീ മാപ്പാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മമാര്, ഞങ്ങളുടെ വാപ്പമാര്, ഞങ്ങളുടെ ഭാര്യമാര്, ഭർത്താക്കന്മാര്, മക്കള്, മരുമക്കള്, പേരക്കുട്ടികൾ, കുടുംബാദികളിൽ പലരും ഖബറിലാണ്. അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ ഖബറിടം നീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിക്കാനുള്ളവരാണ്. ഞങ്ങളും ഖബറിലേക്ക് ചെല്ലുന്ന സമയത്ത് വിശുദ്ധമായ ഖുർആനും അതുപോലെ ഞങ്ങളിപ്പോൾ ചൊല്ലിയിട്ടുള്ള ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും എല്ലാം ഞങ്ങൾക്ക് അല്ലാഹുവേ ഖബർ ശിക്ഷ ഒഴിവാക്കി തരുന്ന അമലുകളാക്കി നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും പങ്കെടുക്കുന്ന മജ്‌ലിസാണ് റഹ്മാനെ. ഞങ്ങളുടെ ദുആഇനെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ പറഞ്ഞതിലും മോദിയിലും എന്തെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങളിൽ നിന്നും കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ മുഅ്മിനീങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. നിന്റെ ഇബാദുക സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. സ്വർഗത്തിന്റെ അവകാശികളെ ഞങ്ങളെ നീ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. നാളെ ഹൗദുൽ കൗസർ കിട്ടുന്ന, അത് കുടിക്കാൻ ഭാഗ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, അർശിന്റെ തണൽ തരണേ അല്ലാ. മഹ്ശറയുടെ ആഖിറത്തിന്റെ എല്ലാ മുസീബത്തുകളെ തൊട്ടും ഞങ്ങളെ കാക്കണേ റഹ്മാനെ. വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങൾ ഒരുപാട് പേര് ഒരുപാട് വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. നിരവധി പേര് ഞങ്ങളുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും കമന്റായി രേഖപ്പെടുത്തുന്നു ഒരുപാട് ദുആ വസിയത്ത്, അല്ലാതെ നേരിട്ട് കണ്ടു പറയുന്നു. അല്ലാഹുവേ, എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും നീ മാറ്റി കൊടുക്ക റബ്ബേ. അവരുടെ മനസ്സറിയുന്ന നാഥ അല്ലാഹുവേ, പടച്ചവനെ, വഹാബായ അല്ലാ, റസാഖായ അല്ലാ, ജബ്ബാറായ റഹ്മാനെ, മജീദായ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി തരണേ റഹ്മാനെ. കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് രോഗങ്ങളുണ്ട്, എല്ലാം നീ മാറ്റി സുഖവും എല്ലാവിധത്തിലുള്ള സമാധാനവും റാഹത്തും തരണേ അല്ലാ. ഓരോ ദിവസവും ഞങ്ങൾ പങ്കെടുക്കുന്ന ഈ മജ്‌ലിസ് നീ ഖബൂലാക്കണേ റഹ്മാനെ. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ, രോഗങ്ങൾക്ക് ശിഫാ തരണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, കിഡ്നിക്ക് പ്രോബ്ലം പോലെ, കരളിന് പ്രശ്നം പോലെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിരവധി പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, എളുപ്പമാക്കി കൊടുക്കണേ
റഹ്മാനെ. അല്ലാഹുവേ വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്ത ഒരുപാട് സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഖൈറായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പ്രവാസികളായി നിരവധി പേര് ദുആരക്കാൻ പറഞ്ഞു. അവരുടെ ജോലികളിൽ, അവരുടെ ശമ്പളത്തിൽ, അവരുടെ പൈസയിൽ, അവരുടെ കുടുംബത്തിൽ എല്ലാത്തിലും നീ ബറക്കത്ത് നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മജ്‌ലിസ് കണ്ടിട്ട് ഒരുപാട് പേര് സന്തോഷം അറിയിക്കുന്നവരുണ്ട്, ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ഞങ്ങളുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന നിരവധി പേരുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാ. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. കടങ്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ പഠനത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. അവരുടെ ഉന്നതമായ പഠനം അല്ലാഹുവേ നീ റാഹത്തിലാക്കണേ അല്ലാ. എഞ്ചിനീയറിംഗിന് പഠിക്കുന്നവരുണ്ട്, CMAക്ക് പഠിക്കുന്നവരുണ്ട്, അത് മറ്റ് ഡിഗ്രി പോലെ മറ്റ് ചെറിയ ക്ലാസ്സുകൾ, എല്ലാ മക്കളുടെയും പരീക്ഷകൾ നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ നല്ല രൂപത്തിൽ പഠിച്ച് പാസ്സാവാൻ അവരുടെ ഭാവി നീ ഖൈറിലാക്കണേ അല്ലാ. മക്കളുടെ ഉയർച്ചയും വളർച്ചയും കണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ ഈ വർഷം ഹജ്ജ് ചെയ്ത മുഴുവൻ ഹാജിമാരുടെ ഹജ്ജും നീ സ്വീകരിക്കണേ അല്ലാ. ഉംറ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്കും താമസിയാതെ ഹജ്ജും ഉംറയും സിയാറത്തും മഖബൂലും മബ്റൂറുമായി ചെയ്യാനുള്ള അവസരം തരണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ പല ആളുകളും ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, അവരുടെ രോഗങ്ങളെല്ലാം നീ വേഗത്തിൽ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിലുള്ള രോഗങ്ങളും നീ ശിഫയാക്കി തരണേ റഹ്മാനെ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ റഹ്മാനെ. ഇന്ത്യൻ മുസൽമാനും ഫലസ്തീനിലെ മുസൽമാനും നീ എല്ലാവിധ ഖൈറും കൊടുക്കണേ അല്ലാ. അല്ലാഹു എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ അവസാന സമയങ്ങളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഈ ദുൽഹിജ്ജ മാസത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധമായ ഉദ്ഹിയ അറുത്തവരുണ്ട്, അറഫ നോമ്പ് പിടിച്ചവരുണ്ട്. അല്ലാഹുവേ പെരുന്നാൾ ദിനത്തിൽ ഒരുപാട് ദിക്റും സ്വലാത്തും തസ്ബീഹും ഒക്കെ ചൊല്ലിയവരാണ് ഞങ്ങൾ ചെയ്ത എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാ. പരിശുദ്ധമായ ഒരു ഹിജ്റ വർഷം വിട പറഞ്ഞ് മറ്റൊരു ഹിജ്റ വർഷം ഞങ്ങളിലേക്ക് വരികയാണ്. മുഹറം മാസം വരികയാണ് റബ്ബേ. പുതുവത്സരം, പുതുവർഷത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കാനും കഴിഞ്ഞു പോകുന്ന ഈ വർഷത്തിൽ ഞങ്ങൾ ചെയ്ത എല്ലാ അമലുകളും നീ ഖബൂലാക്കണേ അല്ലാ. അതിന് നീ തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ഫലസ്തീനിലെ മുസൽമാന് നീ എല്ലാവിധ ഖൈറും കൊടുക്കണേ അല്ലാ. ഇന്ത്യൻ മുസൽമാന് നീ എല്ലാവിധ സമാധാനവും തരണേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ ഇന്നത്തെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. ഇതുപോലെ നാളെ മജ്‌ലിസ് ഉണ്ടാകും. കഴിയുന്ന എല്ലാവരും പങ്കെടുക്കുക. ഈ മജ്‌ലിസിന്റെ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു നമ്മുടെ ദുആയും നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം പരിപൂർണമായി സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.